PMCയുമായി ബന്ധപ്പെട്ട് ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്ന നിലപാട് CPI ഇപ്പോൾ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഉപസമിതിയെ വേണ്ട എന്നുള്ള നിലപാടിൽ നിന്ന് അല്പം അയവ് വരുന്നുണ്ടോ ശ്രീജിത്ത്? നിന്ന് പിന്നോട്ട് പോകണം എന്നത് തന്നെയാണ് CPIയുടെ നിലപാട്. മാത്രമല്ല, ഈ പദ്ധതി ഒരു തരത്തിലും നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്ന ആവശ്യം കൂടി CPI മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഒരു സമവായ നിർദ്ദേശവുമായി CPM മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറാവുന്നത്. ഉപസമിതി പോലുള്ള മന്ത്രിസഭാ ഉപസമിതി പോലുള്ള സമിതികളാകാം. പക്ഷേ ആ സമിതി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ധാരണാപത്രം മരവിപ്പിക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളണം. മാത്രമല്ല, ഈ ധാരണാപത്രം മരവിപ്പിക്കുന്നു എന്ന് കാണിച്ച് ശരി, ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഉപസമിതി വെക്കുകയാണെങ്കിൽ ധാരണാപത്രം മരവിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് CPI ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കണം, ആ കത്ത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ CPI എത്തുന്നു എന്നാണ് ശ്രീജിത്ത് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.